അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചായ്വ് എങ്ങോട്ടാണെന്ന് അറിയാൻ ഇനി 12 നാൾ മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പാലക്കാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണം. CPIM സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴ ജില്ലയിലെ പ്രചാരണം നേരിട്ട് വിലയിരുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ധാർമ്മിക ഉത്തരവാദിത്തം സംബന്ധിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ചർച്ചയാക്കുകയാണ് UDF-ഉം BJP-യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയാണ് കോൺഗ്രസിന്റെ പ്രചാരണം. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം റിനുവിലേക്കാണ്. റിനു, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രചാരണം അങ്ങനെ ഉച്ചസ്ഥായിയിലേക്ക് പോവുകയാണ്. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് പലയിടത്തു നിന്ന് വരുന്നുണ്ട്. തെക്കൻ കേരളത്തിലുള്ള ഒരു പ്രചാരണം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോകുൽ. എന്തായാലും അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചിരിക്കുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് ചൂടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. വിവാദങ്ങൾ, ആരോപണങ്ങൾ, അതുപോലെ തന്നെ സംവാദത്തിനുള്ള വെല്ലുവിളി, ഇങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവാണ്. അദ്ദേഹം ഞായറാഴ്ച കേരളത്തിലേക്ക് എത്തും. പാലക്കാടും തൃശ്ശൂരും ക്യാമ്പയിൻ നടത്തുമെന്നുള്ളതാണ്. തൃശ്ശൂരിൽ റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. ഈ വരുന്ന 3-ാം തീയതി ആയിരിക്കും അടുത്ത ഘട്ടത്തിൽ, 2ാം ഘട്ടമായി അദ്ദേഹം എത്തുക. തിരുവനന്തപുരത്തായിരിക്കും. തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഈ ഒരു 2026 2 തവണ വന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് 3-ാം തവണ. റോഡ് ഷോ അടക്കം, വലിയ റോഡ് ഷോ അടക്കം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന്, അതായത് ഇവർ വിജയം പ്രതീക്ഷിക്കുന്ന 1-2 മണ്ഡലങ്ങൾ ഈ തിരുവനന്തപുരത്ത് ഉണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി പ്രധാനമന്ത്രി മാറുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കോൺഗ്രസും സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കളെ നേരത്തെ തന്നെ കളത്തിലിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ ഗാന്ധി അടക്കം എത്തും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ ഒരു ചർച്ചയായി മാറുകയാണ് തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, നിയമമണ്ഡലത്തിൽ നാളെയാണ് സംവാദത്തിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്ത് വികസന ചർച്ചയ്ക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നത്. ഏറ്റെടുക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ആരോപണങ്ങൾ, ഡീൽ വിവാദങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങളുമായി തെരഞ്ഞെടുപ്പ് പൊടിപൊടിക്കുകയാണ്. എന്തായാലും ആവേശത്തിലേക്ക് കൊട്ടിക്കയറുകയാണ്. ഇനി 12 ദിവസങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് ആര് ഭരിക്കും എന്നുള്ളത് അറിയുവാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ആവേശത്തോടു കൂടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 2ാം ഘട്ട പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. 3-ാം ഘട്ട പ്രചരണം ചില സ്ഥാനാർത്ഥികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഈ സ്വീകരണ പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു, മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തോടു കൂടി പോവുകയാണ് ക്രിസ്റ്റീന. ശരി, റിനു ശ്രീധറാണ് തെക്കൻ കേരളത്തിലെ സാഹചര്യം. ഒപ്പം നിയമത്തെ അടക്കം അവിടുത്തെ വാദപ്രതിവാദങ്ങളും വെല്ലുവിളികളും ഒക്കെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയ രീതി. ഇനി പോകുന്നത് നമ്മൾ മധ്യകേരളത്തിലേക്കാണ്. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ആലപ്പുഴ ഒരു ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. എല്ലാ ജില്ലകളിലും സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡല പര്യടനത്തിലേക്ക്, റോഡ് ഷോയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. മുക്കിലും മൂലയിലും എത്തുക, എല്ലായിടത്തും സാന്നിധ്യം അറിയിക്കുക എന്നതാണ് ഇനിയുള്ള ലക്ഷ്യം. ആലപ്പുഴയിലെ പ്രചാരണം നേരിട്ടെത്തി വിലയിരുത്താൻ പോവുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. പ്രത്യേകിച്ച് അമ്പലപ്പുഴ പോലെ ഒരു അഭിമാന പോരാട്ടം, ജി സുധാകരനെതിരെയുള്ള ഫൈറ്റ് നടക്കുന്നിടത്തേക്ക്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. ഇപ്പോൾ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണ വിഷയങ്ങളായിരിക്കുന്നു. കാരണം ഡീൽ വിവാദമൊക്കെ അങ്ങനെ കത്തുകയാണ്. ഓരോ മണ്ഡലങ്ങൾ വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാടും നേമത്തൊക്കെ ആ ഡീലുണ്ട് എന്നുള്ളത് പ്രതിപക്ഷവും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പരസ്പരം പഴിചാരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുള്ളത്. ആലപ്പുഴയിലേക്ക് വന്നാൽ അമ്പലപ്പുഴ തന്നെയാണ് ഒരു അഭിമാന പോരാട്ടം. ഓരോ ദിവസം കഴിയും തോറും ജി സുധാകരൻ പുതിയ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ വലിയ പരാമർശങ്ങൾ നടത്തുന്നു. അവിടെ CPM കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ആലപ്പുഴയിലേക്ക് എത്തുന്നതും അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിലവിലെ ഒരു സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയും കൂടുതൽ ഊർജ്ജസ്വലമായി നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറയാനും ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ റിനു ശ്രീധർ പറഞ്ഞ പോലെ നാളെയാണ് തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത്. ആദ്യഘട്ടത്തിൽ 2
മണ്ഡലങ്ങളാണ്. ഒന്ന് പാലക്കാടും ഒന്ന് തൃശ്ശൂരും. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് 2 A ക്ലാസ് മണ്ഡലങ്ങളാണ്. അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യമായിടുന്നത്. നാളെ വൈകിട്ടാണ് തൃശ്ശൂരിലെ റോഡ് ഷോ. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വീണ്ടും 4-ാം തീയതി എത്തുമ്പോൾ അത് പാലായും ഒപ്പം തന്നെ തിരുവനന്തപുരവുമാണ്. അപ്പോൾ ഈ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായി BJP പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മധ്യ കേരളത്തിൽ ഒരു വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ തന്നെ വർദ്ധിപ്പിക്കാം എന്നുള്ള രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം 2020 കൂടി NDAയുടെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടയത്ത് അടുത്ത വരവിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു 3-ാം ഘട്ടത്തിലുള്ള വരവിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രചാരണം, തെരഞ്ഞെടുപ്പ് റാലികൾ ഉണ്ടാകുമെന്നുള്ളത് ഇതിലും സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് ഒപ്പം തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജില്ലയിലുണ്ട്. ശശി തരൂർ ഇന്ന് പ്രചാരണത്തിനായി വിവിധ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ സജീവമായി നിൽക്കുന്നു. കൂടുതൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എത്തുന്നു. ഒപ്പം തന്നെ വിവാദ വിഷയങ്ങൾ, ഇപ്പോൾ ഈ ശബരിമല വിഷയം കൂടി നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. കാരണം അതിൽ ഇന്നലെ ഇപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അതിൽ നിന്ന് ധാർമ്മികമായി മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് 24-നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് രമേശ് ചെന്നിത്തല തിരിച്ചടിക്കുന്നു. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയങ്ങളിലേക്ക് ഒരു പ്രധാനമായി കടന്നു വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഉത്തരവ് നടത്തിയിരുന്നു. അതിനുശേഷം ആ വിഷയം വീണ്ടും സജീവ ചർച്ചയാകുകയാണ്. അത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതും ഇരു മുന്നണികളുടെയും ചങ്കെടുപ്പ് കൂട്ടുന്ന കാര്യം തന്നെയാണ്. ഗോകുൽ, ക്രിസ്റ്റീന. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി ചേർന്നതിന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അനീഷ് ദേവസ്യുണ്ട് അവിടെ. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ മീനച്ചൂടിലൊന്നും ഒട്ടും തളരാതെ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ അവിടെ. ഇന്ന് മുഖ്യമന്ത്രി പാലക്കാട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലായിടങ്ങളിലും പ്രചാരണത്തിനായി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ മലബാറിൽ നിന്ന് പറയാനുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയമിടിപ്പാണ് വടക്കൻ കേരളം. അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ കേരളത്തിൽ 60 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഈ വടക്കൻ കേരളത്തിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് LDFന് ഒരു തുടർഭരണം ഉണ്ടാകണമെങ്കിൽ വടക്കൻ കേരളത്തിലെ അവരുടെ ആധിപത്യം ഉറപ്പിച്ചു നിർത്തണം. അതായത് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ 2001 ഒരു വിജയം ആവർത്തിച്ചാൽ മാത്രമേ LDFന് തുടർഭരണത്തിലേക്ക് പോകാൻ കഴിയൂ. അതുപോലെ തന്നെ UDFന് മലപ്പുറത്തുള്ളവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും നേട്ടമുണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 25 വർഷമായി ഒരു കോൺഗ്രസ് MLA പോലും നിലവിൽ ഉണ്ടായിട്ടില്ല. അവസാനമായി 2021 കോൺഗ്രസിനെ പ്രതികരിച്ച ഒരു MLA നിയമസഭയിലെത്തിയത്. അതുകൊണ്ട് ആ ചീത്തപ്പേര് ഒരു മാറ്റിയെടുക്കാവുന്നൊരു ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതേപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു നേട്ടം കോൺഗ്രസിനൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് വലിയൊരു ആത്മവിശ്വാസത്തോടെയാണ് കാണുന്നത്. അതുപോലെ തന്നെ BJPയും ഈ വടക്കൻ കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയും വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായും പാലക്കാട്, മഞ്ചേശ്വരം മണ്ഡലങ്ങളാണ് BJPയും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വടക്കൻ കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷ്യമിടുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയിലും അതുപോലെ തന്നെ ഒരു ആശങ്കയിലുമാണ് എല്ലാ മുന്നണികളും നിലവിലുള്ളത്. ക്രിസ്റ്റീന ആൻഡ് ഗോകുൽ. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും എല്ലായിടത്തും പ്രചാരണം അങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുകയാണ്. പൊതുവെ ചൂടും കൂടുന്നു, ആ കൂട്ടത്തിൽ പ്രചാരണത്തിന്റെ തിരക്കും ഏറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.